ആപ്പ് മേക്കർ എന്ന പ്രൊഡക്റ്റിലാണ് ഇപ്പോൾ യു ആർ റൈറ്റ് നൗ റണ്ണിങ്. അത് ഷോപ്പിഫൈയിൽ എന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു വൺ ഓഫ് ദ ലീഡിംഗ് ആപ്പ് ബിൽഡേഴ്സ് ആണ്. ആൻഡ് അതിന്റെ ഫസ്റ്റ് വേർഷൻ എങ്ങനെയായിരുന്നു? ആൻഡ് ലൈക്ക് നറേറ്റ് മേ ബി 10 years ബാക്ക് ഒക്കെ അറിയാം. സോ അതിന്റെ ഒരു ജേർണി ആൻഡ് മേ ബി ഫസ്റ്റ് ക്ലയന്റ് ഫോർ ദാറ്റ് പ്രൊഡക്റ്റ്, ആ ഒരു ജേർണി കുഡ് ഷെയർ. സോ ബേസിക്കലി നമ്മള് ആപ്പ് മേക്കർ തുടങ്ങാനുള്ള റീസൺ മെയിൻലി ഒന്ന്, ഞാൻ ഈ എന്താ പറയാ ഫ്രീലാൻസ് ഒക്കെ ചെയ്ത് 1-2 വർഷം കഴിഞ്ഞപ്പോ ഒരു 2012-2013 സമയം ആയി. ആ സമയത്താണ് നമ്മുടെ അവിടെ ആൻഡ്രോയിഡ് ഒക്കെ കുറച്ച് സാംസങ്ങിന്റെ ഒരു റവല്യൂഷൻ ആയിട്ട് കുറെ ഗാലക്സി ഡിവൈസസും കുറെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് വന്നു തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പിന്നെ ഒരു ഫ്രീലാൻസ് വർക്ക് കഴിഞ്ഞപ്പോ ഞാൻ അത് കിട്ടുന്ന റവന്യൂ എടുത്ത് ഞാനൊരു ലാപ്പ് മേടിച്ചു. എൻ്റെ അടുത്ത് PC ഉണ്ടായിരുന്നു വീട്ടില്, ഒരു മാക് ലാപ്പ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ആൻഡ്രോയിഡ് ഫോണും മേടിച്ചു. അവിടെ നിന്നാണ് എനിക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കുന്ന സാധനം തുടങ്ങണം എന്നുള്ളൊരു ഇതിലായിരുന്നു തുടങ്ങി നമ്മളത് മേടിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അനീസ് കോളേജ് ജോയിൻ ചെയ്തു. അനീസിന്റെ കോ ഫൗണ്ടർ അല്ലാതെ അവൻ ദുബായിലായിരുന്നു, സൗദിയിലായിരുന്നു കുറച്ച്. അപ്പൊ അവന് കുറച്ച് ആൻഡ്രോയിഡ് ഒക്കെ പഠിച്ചു വന്നു. അപ്പൊ അവന്റെ സൈഡ് നമ്മൾ ഒരുമിച്ചാണ്, അവനാണ് ശരിക്കും ആൻഡ്രോയിഡിന്റെ ആപ്പ് ഒക്കെ ആദ്യം ഉണ്ടാക്കി തുടങ്ങി. അവിടെ ഇൻസ്പയർ ആയിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടി മൊബൈൽ ആപ്സ് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയാ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ക്ലയൻസ് പിടിച്ചിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതിലൊരു തവണ സംഭവിച്ചത്, ഒരു കസ്റ്റമർ വന്നിട്ട് ഇവർക്കൊരു സൗണ്ട് ബോർഡ് ടൈപ്പ് ആപ്പ് ഉണ്ട്. സൗണ്ട് ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്ക്രീനിൽ ഒരു 4-5 ബട്ടൺസ് ഉണ്ടാവും. ഈ ബട്ടൺസിന് ഓരോ ബട്ടൺസിന് ഓരോ പേരുണ്ടാവും. ഈ ഞെക്കുന്ന സമയത്ത് സൗണ്ട് പ്ലേ ആവണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു മൂവി ഇറങ്ങുകയാണെങ്കിൽ, സ്പൈഡർമാൻ ഇറങ്ങുകയാണെങ്കിൽ സ്പൈഡർമാന്റെ ഒരു 10 ഡിഫറെന്റ് എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട്സോ പേര് കൊടുക്കും. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് പ്ലേ ചെയ്യും. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങേരിത് പ്ലേ സ്റ്റോറിലിട്ട് റവന്യൂ ഉണ്ടാക്കായിരുന്നു. ഒരാളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്പുകള് പല പേരിൽ എത്ര പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ചോദിച്ചു. അപ്പോഴാണ് നമുക്ക് ഓൺലൈനായിട്ട് ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനം നോക്കിപ്പോയത്. ഞാനത് പോസിബിൾ ആണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അവർക്ക് ഉണ്ടാക്കുന്ന ആപ്പ്. അവിടെ നിന്നാണ് ആപ്പ് മേക്കറിന്റെ ഒരു വളരെ ഏർലി സ്റ്റേജ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഒരു സെയിം റിക്വയർമെന്റ് പറഞ്ഞപ്പോൾ യു ബിൽഡ് സം ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടാക്കി നമ്മള്. അങ്ങനെയാണ് നമ്മളത് തുടങ്ങിയത് ആപ്പ് മേക്കർ. പിന്നെ ബേസിക്കലി സംഭവിച്ചത് എന്താ വെച്ചാല്, നമ്മളത് കഴിഞ്ഞപ്പോ എനിക്കൊന്ന് $5 വൺ ടൈം വിറ്റോണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പാരലൽ അനീസ് കുറെ കൂടി വേർഡ്പ്രസ് പ്ലഗിൻസ് ഉണ്ടാക്കുന്ന സിസ്റ്റംസ് പഠിച്ചു. അപ്പോഴാണ് നമ്മൾ നമുക്ക് ഈ മൊബൈൽ ആപ്പ് എന്ന് പറയും ഇത് $5 നമുക്ക് വിൽക്കാൻ പറ്റും നമുക്ക് മനസ്സിലായി. നമുക്കൊരു ബെറ്റർ റവന്യൂ സോഴ്സ് എവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് വേർഡ്പ്രസ് നമുക്ക് അറിയാം ഓൾറെഡി. വേർഡ്പ്രസിലെ വൂകോമേഴ്സ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കിയത് ഇതൊരു കൊമേഴ്സ് ആണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് മൊബൈൽ ആപ്പ് മേക്ക് മോർ സെൻസ്. അതാണ് നമ്മള് അതിന്റെ പ്ലഗിൻ ഉണ്ടാക്കി മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തത്. അതൊരു 2014 നിങ്ങള് ഇ കൊമേഴ്സിനെ മൊബൈൽ ആപ്പ് ആക്കി. അന്ന് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞുള്ളൂ. അത് നമ്മള് സീരിയസ് ആയിട്ടൊന്നല്ല, നമ്മള് ഫ്രീലാൻസ് ചെയ്യും, പാരലി സമയം കിട്ടുന്ന സമയത്ത് ഇത് പാരലി ചെയ്യുന്നുള്ള ഒരു മോഡലായിരുന്നു. ഒരു 10 years ആയി ഫസ്റ്റ് വേർഷൻ ഓഫ് ആപ്പ് മേക്കർ ഫോർ ഇ കൊമേഴ്സ് തുടങ്ങിയിട്ട് 10 years ആയി. ഡൗൺ ദ ലൈൻ വാട്ട് ഹാസ് ഈ പറഞ്ഞ മൊബൈലിന്റെ ഇപ്പോ നൗ മുമ്പത്തെക്കാളും പീപ്പിൾ നീഡ് മൊബൈൽ ആപ്സ്. അതിന്റെ ഒരു ലേണിംഗ്സ് എന്തൊക്കെയായിരുന്നു ഓവർ പീരീഡ് ഓഫ് ടൈം? അത് പണ്ട് നമ്മള് വൈ മൊബൈൽ ആപ്പ് എന്നുള്ളത് ഞങ്ങൾ സെല് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പീപ്പിൾ അത് വൈ ഷുഡ് ഐ ഹാവ് എ മൊബൈൽ ആപ്പ്. ഇപ്പൊ അതെല്ലാം ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്തിട്ട് ആൾക്കാർക്ക് അറിയാം മൊബൈൽ ആപ്പ് ഈസ് ഇന്നത്തെ സിറ്റുവേഷനിൽ മൊബൈൽ ആപ്പ് ഈസ് ലൈക്ക് if you don't have a mobile app, it's like you don't have a website in the internet. Right. So there are like some people who open Play Store and search for the brands. Correct. Yeah, right. More than Google search. Right. If you really think about, if your parents, right? Felix's parents അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് എവിടെ നിന്നാ മേടിച്ചെന്ന് വെച്ചാൽ what do they say? ഇത് ആമസോണിന്റെ ആപ്പ് മേടിച്ചെന്ന് പറയുള്ളൂ. അവർക്ക് വെബ്സൈറ്റ് amazon.com amazon.in ഇന്റർനെറ്റ് പോലും അറിയില്ല. അത് അവർക്ക് അവരുടെ ലോകം എന്ന് പറയുന്ന കാരണം അവർ ഉപയോഗിക്കുന്ന ഒരു 10 ആപ്പ് ഉണ്ട്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്. അപ്പൊ ചില ആൾക്കാർ ഞാൻ യൂട്യൂബിൽ കണ്ടു മേടിച്ചാന്ന് പറയാം.
എല്ലാവർക്കും ആ ആപ്പ് കൾച്ചർ അവിടെ ഫോമായി ഫോമായി. പിന്നെ പിന്നെ ഓരോ ഓഡിയൻസ് ആണ്. ഞാൻ പേഴ്സണലി ഭയങ്കര മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെ മേ ബി ഐ എം യൂണിക്, ലാർജ് ചങ്ക് ഓഫ് ലാർജ് ചങ്ക് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇതിലാണ്.